എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ആർക്കും വളരെ രുചികരമായിട്ട് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു മധുരം കൂടിയാണ്. ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ അവർ ഒരുപാട് ഇഷ്ടത്തോടു കൂടി തന്നെ കഴിക്കുകയും ചെയ്യും. ഈ ഒരു റെസിപ്പി തയ്യാറാക്കി എടുക്കാനായിട്ട് നമുക്ക് അധികം ചേരുവകളൊന്നും തന്നെ വേണ്ട. അപ്പോൾ നോക്കിയാലോ എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു വിഭവം തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കാണാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഇന്ന് കണ്ട ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ മറക്കല്ലേ. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കാണാൻ പോകാം. ഇനി നമുക്ക് ചവ്വരി വെച്ചിട്ട് നല്ലൊരു സ്വീറ്റ് റെസിപ്പി തന്നെ തയ്യാറാക്കാം. ഇതിനായിട്ട് 1 കപ്പ് അളവില് ചവ്വരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ചവ്വരി ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിനു ശേഷം നല്ല വൃത്തിയായിട്ട് തന്നെ ഒന്ന് കഴുകിയെടുത്തിട്ട് വരാം. അങ്ങനെ ചവ്വരി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി കുതിർന്ന് വരാനായിട്ട് നമുക്കൊന്ന് മൂടി വെച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചവ്വരി ഒരു 10 മിനിറ്റ് നേരം കുതിർത്തിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ലോണം തന്നെ കുതിർന്നു വന്നിട്ടുണ്ട്. നമുക്ക് ഈ വെള്ളമെല്ലാം ഒന്ന് ഊറ്റി മാറ്റിയെടുക്കാം. അതിനുശേഷം ഒരു മിക്സർ ജാറിലേക്ക് മാറ്റി ഇതൊന്ന് പൊടിച്ചെടുക്കണം. അങ്ങനെ ഇപ്പോൾ ചവ്വരി നന്നായിട്ട് തന്നെ വെള്ളമെല്ലാം പോയി വന്നിട്ടുണ്ട്. നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ചവ്വരി ഇതുപോലെ ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് തന്നെ മാറ്റാം. അതേ ബൗളിലേക്ക് തന്നെ മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവില് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരു പിഞ്ച് അളവില് ഉപ്പ് ചേർക്കാം. ഇനി നമ്മുടെ കൈ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് അവർക്ക് ഒരുപാട് ഇഷ്ടത്തോടു കൂടി തന്നെ കഴിക്കാൻ പറ്റിയ ഒന്ന് തന്നെയാണ്. ഉണ്ടാക്കിയെടുക്കാനാണെങ്കിൽ വളരെ എളുപ്പമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നന്നായിട്ട് തന്നെ ഇതൊന്ന് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് ചെറിയ ചെറിയ ബോൾസുകളായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. ബോൾസ് ഉരുട്ടിയെടുക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ബോൾസ് ഉരുട്ടിയെടുക്കാൻ സാധിക്കും. ഇതുപോലെയാണ് ബോൾസ് ഉരുട്ടിയെടുത്തിട്ടുള്ളത്. ആദ്യ ബോൾ ഉരുട്ടിക്കഴിഞ്ഞാൽ അടുത്തത് നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ ബോളും ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് വരാം. നമ്മൾ ഈ ചവരി പൊടിച്ചെടുത്തപ്പോഴേക്കും അധികം ഒന്നും പൊടിഞ്ഞൊന്നും പോയിട്ടില്ല കേട്ടോ. ഇനിയിപ്പോ മുഴുവൻ പൊടിഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മുടെ ചവരി ഇതുപോലെ എല്ലാം ബോളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഉടൻ തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഒരു ഗ്ലാസ് ബൗള് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഈ ബൗളിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. വെള്ളം ഒന്ന് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 250 മില്ലി അളവുള്ള കപ്പില് 3 കപ്പ് പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. അങ്ങനെ 3 കപ്പ് പാലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ പാല് നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വരട്ടെ. അടിയിൽ പിടിക്കാതെ തന്നെ തിളച്ച് കിട്ടാനായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പാല് ഇവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഉരുട്ടി വെച്ചിട്ടുള്ള ചവ്വരി ചേർക്കാം. തിളച്ചതിന് ശേഷമായിരിക്കണം ചവ്വരി ചേർക്കേണ്ടത്. അല്ലെങ്കിൽ തണുത്ത പാലിലേക്കാണ് ഇടുന്നതെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കട്ട മാറാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് നല്ലോണം തിളച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ചവ്വരി പാലിൽ കിടന്ന് നല്ലോണം തന്നെ വെന്ത് കിട്ടണം. ഇപ്പോൾ ചവ്വരിയും പാലും നല്ലോണം തന്നെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചു കൊടുക്കാം. ചെറിയ തീയിൽ കിടന്ന് നല്ലതുപോലെ പാലൊന്ന് കുറുകിയ പാകത്തിലേക്ക് ആയി കിട്ടണം. ചവ്വരി ബോൾസൊക്കെ ഇപ്പൊ നല്ലോണം തന്നെ വലിപ്പത്തിലേക്ക് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. മധുരമൊക്കെ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ വീണ്ടും നല്ലോണം തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു ബോൾസിലേക്കൊക്കെ ആ ഒരു മധുരം ഒന്ന് പിടിച്ചു കിട്ടണം. അതിനായിട്ട് ചെറിയ തീയിൽ വെച്ച് തന്നെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. പഞ്ചസാര കൂടെ ചേർത്ത് വീണ്ടും ചവരി നന്നായിട്ട് തന്നെ തിളച്ചുകൊണ്ടിരിക്കുവാണ്. ഒന്നും കൂടി തിളച്ച് പാലൊന്ന് കുറുകിയ പാകത്തിലേക്ക് ആയി കിട്ടണം. അതുവരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോഴാണ് ചവരിയെല്ലാം നല്ല പോലെ തന്നെ വെന്ത് കിട്ടുന്നത്. ഇപ്പോൾ നമ്മുടെ ചവരിയെല്ലാം നല്ലോണം തന്നെ വെന്ത് പാലെല്ലാം നല്ല കുറുകിയ പാകത്തിലേക്ക് ആയി വന്നിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ പിന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നല്ലൊരു ഫ്ലേവറിനായിട്ട് ഏലക്കപ്പൊടി ചേർക്കാം. കുറച്ച് പിസ്ത ചേർക്കാം. കുറച്ച് ബദാം കട്ട് ചെയ്തത് കൂടെ ചേർക്കാം. ഇതൊക്കെ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. അങ്ങനെ ചവ്വരി വെച്ചിട്ട് ആർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ ഇതുവരെയും തയ്യാറാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ കണ്ട് ഒന്ന് തയ്യാറാക്കി നോക്കണേ. ഈ ഒരു ചൂടോടുകൂടി തന്നെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും. അതുപോലെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കാനും സൂപ്പർ ടേസ്റ്റ് ആണ്. ഞാനിവിടെ ചെറിയ ചൂടോടുകൂടി തന്നെയാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇത്രയുള്ള കൂട്ടുകാരെ. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഇന്ന് കണ്ട ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ മറക്കല്ലേ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെയും കണ്ടുമുട്ടാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.